നമസ്കാരം, ഞാൻ ഡോക്ടർ ഷഹന. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് റേനോൾഡ്സ് ഡിസീസിനെ കുറിച്ചാണ്. ഇതൊരു വാസ്കുലർ ഡിസീസാണ്. ഇത് സാധാരണയായിട്ട് കൈയിൻ്റെയും കാലിൻ്റെയും വിരലിലേക്കുള്ള ബ്ലഡ് സപ്ലൈ കുറയുന്ന ഒരു കണ്ടീഷനാണ്. സാധാരണയായിട്ട് സ്ട്രെസ്സോ അല്ലെങ്കിൽ തണുപ്പോ ഒക്കെ അടിക്കുമ്പോഴാണ് ഈ കണ്ടീഷൻ ഉണ്ടാകുന്നത്. റേനോൾഡ് ഡിസീസ് ഉണ്ടാകുന്ന സമയത്ത് കാലിലെയും കൈയിലെയും വിരലുകളിൽ ആദ്യം ഒരു വൈറ്റ് കളറായിട്ട് വരും, പിന്നെ അത് ബ്ലൂ കളറിലേക്ക് മാറും. ഇത് ബ്ലഡ് ഫ്ലോ റെസ്ട്രിക്റ്റഡ് ആവുന്ന സമയത്താണ് ഉണ്ടാവുന്നത്. പിന്നീട് ബ്ലഡ് ഫ്ലോ അങ്ങോട്ട് വന്ന് തുടങ്ങുമ്പം അത് റെഡ് കളറായിട്ട് വീണ്ടും മാറുകയും അവിടെ ഒരു പുകച്ചിലും അതുപോലെ തന്നെ ഒരു ത്രോബിങ് സെൻസേഷൻ, ചെറിയൊരു സൂചി കുത്തുന്നത് പോലെ ഒരു മിടിപ്പ് പോലെയൊക്കെ അനുഭവപ്പെടാൻ തുടങ്ങും. എഫക്റ്റ് ചെയ്ത ഏരിയ എപ്പോഴും മരവിച്ച പോലെ, അതുപോലെ തണുപ്പുണ്ടായിരിക്കും, അതുപോലെ എന്തോ അരിക്കുന്നത് പോലത്തെ ഒരു ടിംഗ്ലിംഗ് സെൻസേഷനും അവിടെ ഉണ്ടായിരിക്കും. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് കുറച്ച് മിനിറ്റുകൾ മുതൽ ഹവേഴ്സ് വരെ അത് നീണ്ടു നിൽക്കും. മൂക്കിലും ലിപ്സിലും അതുപോലെ തന്നെ ഇയർ ലോബ്സിലൊക്കെ ചില സമയങ്ങളിൽ മാത്രം സിംറ്റംസ് കാണിക്കാറുണ്ട്. റയറായിട്ടേ കാണിക്കാറുള്ളൂ. ഡിസീസ് രണ്ട് ടൈപ്പാണ്. ഒന്ന് പ്രൈമറി റേനോൾഡ്സ് ഡിസീസ്. ഇതിന് പ്രത്യേകിച്ച് അണ്ടർലൈൻ കോഴ്സോ അസുഖങ്ങളോ ഒന്നും ഉണ്ടാവില്ല, തന്നാലെ വരുന്നതാണ്. 30 ഇയേഴ്സിന് താഴെയുള്ള ആളുകൾക്കായിരിക്കും കൂടുതൽ കാണിക്കുക. അതുപോലെ തന്നെ ലേഡീസിലായിരിക്കും കൂടുതൽ കാണിക്കുക. അതുപോലെ ജനറ്റിക് ലിങ്ക്, ജനറ്റിക്കായിട്ട് മാറി മാറി വരുന്ന ഒരു അസുഖമായിരിക്കും. സെക്കൻഡറി റേനോൾഡ്സ് ഡിസീസ് അതിന് എന്തെങ്കിലും ഒരു അണ്ടർലൈനിങ് അസുഖം കൊണ്ടായിരിക്കും ഈ കണ്ടീഷൻ കാണിക്കുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലൂപ്പസ് ഡിസീസ്, സ്ക്ലെറോഡെർമ, റുമറ്റോയിഡ് ആർത്രൈറ്റിസ്, അല്ലെങ്കിൽ ചില മെഡിസിൻസ് ഒക്കെ എടുക്കുന്ന ആളുകൾക്കും വരാറുണ്ട്. ഈ കെമിക്കൽസ് ഒക്കെ ആയിട്ട് കൂടുതലായിട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾ, അതുപോലെ തന്നെ റിപ്പീറ്റ് ആയിട്ട് വൈബ്രേഷൻ ഉള്ള മെഷീൻസോ വൈബ്രേറ്റിംഗ് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന ആളുകൾക്ക്, അവർക്കൊക്കെയാണ് സെക്കൻഡറി റേനോൾഡ്സ് ഡിസീസ് കൂടുതലായിട്ടും കാണിക്കാറ്. അപ്പോൾ ഇതിന് നോർമലി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ആണ്. വാം ഡ്രസ്സസ്, അതായത് തണുപ്പ് തട്ടാതിരിക്കാൻ പറ്റുന്ന ചൂടാക്കുന്ന വിധത്തിലുള്ള ഡ്രസ്സ് ഉപയോഗിക്കുക, സ്ട്രെസ് മാനേജ് ചെയ്യുക, അതുപോലെ തന്നെ സ്മോക്കിങ് ഒഴിവാക്കുക. കണ്ടീഷൻ സിവിയർ ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള മെഡിക്കേഷൻസ് എടുക്കുക. എന്തെങ്കിലും അസുഖം കൊണ്ടാണ് എന്നുണ്ടെങ്കിൽ, സെക്കൻഡറി ആയിട്ട് വരുന്നതാണെന്നുണ്ടെങ്കിൽ ആ അസുഖം ട്രീറ്റ് ചെയ്ത് മാറ്റുക. സിവിയർ ആയിട്ടുള്ള കണ്ടീഷൻ വരുന്ന സമയത്ത് അവിടെ അൾസറേഷൻ വരാൻ സാധ്യതയുണ്ട്. ഫ്ലോ കുറയുന്ന സമയത്ത് ബ്ലഡ് ഫ്ലോ കുറഞ്ഞ ഭാഗത്ത് പെട്ടെന്ന് മുറിവാകാനും അത് അൾസറാകാനും അത് ഹീൽ ചെയ്യാനും ബുദ്ധിമുട്ടായതുകൊണ്ട് അങ്ങനത്തെ സിറ്റുവേഷൻസിലൊക്കെ പെട്ടെന്ന് തന്നെ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതാണ്. താങ്ക് യു.